നമസ്കാരം കടികളെ, എന്തൊരു വിശേഷം? സുഖല്ലേ? കാന്താരിസ് ചാക്കോച്ചിയാണ്. നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, എല്ലാവരും ഇത് ഫുള്ളായിട്ട് കാണണേ. ഇന്ന് നമുക്ക് നാട്ടിൻപുറത്തൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന മുരിങ്ങയില ഉണ്ടല്ലോ, ഈ മുരിങ്ങയിലും കപ്പലണ്ടി, പച്ചക്കപ്പലണ്ടി മേടിച്ചിട്ട് നമുക്കൊരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാം. വെറൈറ്റി ആയിട്ട് നല്ല സൂപ്പർ സാധനം ഉണ്ടോ. അത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊതി മാറില്ല. സാധാരണ ഇതിപ്പോ ഈ മുരിങ്ങയിലൊക്കെ കുട്ടികളൊക്കെ ചിലപ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ഇത് കൊടുക്കേണ്ടതാണ്. കാരണം പ്രോട്ടീൻ റിച്ച് ഉള്ള സാധനമാണ്. അപ്പൊ എല്ലാവരും മറക്കരുത്. കൂടെ നിന്നാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി പെട്ടെന്ന് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ സൂപ്പർ ആയിട്ട് കഴിക്കാം. വാ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുരിങ്ങയിലാണ് കേട്ടോ. മുരിങ്ങയില ഇതുപോലെ ഒന്ന് അടർത്തിയെടുത്തിട്ട് കഴുകി വെക്കണേ. പിന്നെ കപ്പലണ്ടി, ഞാൻ ഒരു 50 ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വറ്റൽമുളക് ഒരു 5 എടുത്തിട്ടുണ്ട്, 5 മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ല തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ കടുക്. പിന്നെ ഒരു വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ഒരെണ്ണം. നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതിന് ശേഷം നമുക്കൊരു 5 വറ്റൽമുളക് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരു ജാറ് വെച്ച് അതിലേക്ക് ഈ കപ്പലണ്ടിയും ഈ മുളക് ഇട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ, ഇതുപോലെ ചതച്ചെടുക്കുക. അതിലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് നമ്മൾ വെച്ചിട്ടില്ല, ആ 1/2 ടേബിൾ സ്പൂൺ കടുക് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു വെളുത്തുള്ളി നമ്മൾ അതുപോലെ അരിഞ്ഞിടാം. അതിനുശേഷം കപ്പലണ്ടി ചതച്ച് അതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു പച്ചമണം പോയി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആ മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് നമ്മൾ ഇട്ടിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഇലയുണ്ടല്ലോ, അത് ഈ സമയം നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കൊണ്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പ്രോട്ടീൻ റിച്ചുള്ള സാധനമാണ് ഇത്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലത്. ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് അവർ നല്ലോണം ഇഷ്ടപ്പെടും ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഇത് നമ്മൾ മുട്ടയ്ക്കിട്ട് ചെയ്ത് മുരിങ്ങല ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫീസിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ചീത്തയായി പോകാൻ സാധ്യതയാണ്. പിന്നെ മുട്ട അധികം നേരം വെച്ച് കഴിഞ്ഞാൽ അത് കൊള്ളൂല, നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ല. ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വൈകുന്നേരം ആയാലും ഒരു ദിവസം കഴിഞ്ഞാലും ഫ്രിഡ്ജ് വെച്ച് കഴിക്കാൻ നല്ലതാണ്. സൂപ്പർ സാധനമാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കിക്കോ, ഒരു 1.5 മുതലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരണവരേക്കും എല്ലാവരോടും ബൈ.